ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മെയിനായിട്ട് നമ്മളെ ഗേൾസിനാണ് കൂടുതൽ താല്പര്യം എന്ന് തോന്നുന്നു. കാരണം ഗേൾസാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ചേച്ചി ഈ ഒരു വീഡിയോ എടുക്കുമോ, ഈ ഒരു വീഡിയോ എടുക്കുമെന്ന് ഗേൾസാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ലീവുള്ള ദിവസത്തിൽ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ ഞാൻ എടുത്തേക്കാന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഗേൾസിനും ബോയ്സിനൊക്കെ ഇഷ്ടമായിരിക്കും കയ്യിലും കാലിലൊക്കെ നഖം വളർത്തുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൈ വളർത്താനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വളർത്തി വരുന്നുണ്ട്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ കുറേ അധികം നെയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിലൊക്കെ ചോദിച്ചതായിരുന്നു ചേച്ചി ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ടൈമില്ലായിരുന്നു. അതാണ് എടുക്കാൻ വിട്ടുപോയത്. സോ എന്തായാലും ഞാൻ ഇന്ന് എടുക്കാമെന്ന് വെച്ചിട്ടാണ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്തേക്കാല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്ത് തുടങ്ങാം. പിന്നെ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ് ചെയ്തേക്കുക. പിന്നെ ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ്, ഷെയർ ഇതൊക്കെ ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ ഇട്ട ലോങ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഗീവ് അവേൻ്റെ കാര്യം മറക്കരുത്. ഗീവ് അവേൻ്റെ കാര്യം നിങ്ങൾ മറന്നാൽ നിങ്ങൾക്കുള്ള ചാൻസ് പോകും ഗൈസ്. അതാണ് ഞാൻ ഓൾറെഡിയും പറയാനുള്ള കാരണം. മെയിനായി എന്നോട് പറയാനുള്ള കാരണം അതാണ്. നിങ്ങളെ ചാൻസ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞേക്കാം. നെയിൽ കെയർ വീഡിയോ, അല്ലെങ്കിൽ നെയിൽ എങ്ങനെ വളർത്താം, അല്ലെങ്കിൽ നെയിൽ എങ്ങനെ ഗ്ലാസ് പോലെ ആക്കാം, അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ നെയിൽ കെയർ വീഡിയോ എന്നാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും എടുത്തേക്കാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് നാളെ ക്ലാസ്സിന് പോകണം, സ്കൂൾ തുറക്കും. അപ്പോൾ എന്തായാലും എനിക്ക് നാളെ എടുക്കാൻ ടൈം ഉണ്ടാവത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എടുത്താലോ. നമ്മളെ ഐറ്റമൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് മെയിനായി വേണ്ട ഒരു ഐറ്റമാണ് നമ്മളെ വെളുത്തുള്ളി ഇല്ലേ, അത് വേണം. വെളുത്തുള്ളി നമുക്ക് എന്തായാലും വേണം. അപ്പോൾ ഇവിടെ ഞാൻ 3 തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് 3 തന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാലും ആവശ്യം വന്നാലെന്ന് വെച്ചാൽ 3 വെളുത്തുള്ളി. സോ അതിൻ്റെ വെളുത്തുള്ളീൻ്റെ നടുക്കായിട്ട് നമ്മളിങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കണം. ഇതാണ് കേട്ടോ. നമ്മൾ കത്തി എടുക്കുക, ജസ്റ്റ് ആ നടുക്കൊരു വര വരയ്ക്കുക. ഇങ്ങനെ കിട്ടുമല്ലോ, ഇങ്ങനെ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വെളുത്തുള്ളി എടുത്തു കഴിഞ്ഞ ശേഷം നമ്മളെ കൈ വെച്ചിട്ട് ഈ ഒരു നമ്മളെ നെയിൽ ഏതാണുള്ളത്, ഇതാണ് എൻ്റെ ഓൾറെഡി ഉള്ളത്. ഇപ്പോഴത്തെ നെയിൽ ഇതാണ്. അപ്പോൾ ആ നെയിലിലേക്ക് നമ്മൾ ഈ ഒരു വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓരോന്നായിട്ട് മതി. തൊലിയൊക്കെ പൊളിച്ച് നമ്മളിങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മളെല്ലാ കയ്യിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ടോ. ഈ ഒരു പുറം ഭാഗത്തേക്കും കൂടി ആക്കി കൊടുക്കണം. എന്നിട്ട് ഈ നടുക്ക് ആ ഒരു വെളുത്ത് തീർന്നു. അപ്പോൾ അടുത്തെടുക്കാം. അടുത്ത് ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഇതാട്ടോ, തൊലിയൊന്ന് പൊളിക്കുക, എന്നിട്ട് തേക്കും. അത്രയേ ഉള്ളൂ. ഞങ്ങൾ എളുപ്പത്തിൽ ഞാൻ ഈ ഒരു സംഭവം മാത്രമല്ല കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അടുത്ത വെളുത്തുള്ളി എടുക്കുക, അടുത്ത കയ്യിൽ വയ്ക്കുക. ഞാനിത് എപ്പോഴും ചെയ്യാറില്ല. ടൈം കിട്ടുന്ന ദിവസങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കണ്ടില്ലേ, ഈ ഒരു നഖം എൻ്റെ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചെയ്യും. ലീവായ ദിവസമൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നഖം നല്ലോണം വളരുന്നുണ്ട്. ഈ ഒരു ടിപ്പ് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം വളരുന്നുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്ത് കഴിയുന്നുണ്ട്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു ഇത്. അതും കഴിഞ്ഞു. അടുത്ത നമുക്ക് എടുക്കാം. ഇതാണ് അങ്ങനെ നമ്മളിതെല്ലാം ഉരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത മെയിനായിട്ട് വേണ്ടതാണ് ലെമൺ, അതായത് നാരങ്ങൻ്റെ പകുതി. ഞാൻ പകുതിയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, ഫുള്ളായി എനിക്ക് വേണമെന്നില്ല. പകുതി മാത്രം, ഒരു കയ്യിലാണെങ്കിൽ പകുതി മാത്രം മതിയായിരിക്കും.
അപ്പം ഞാൻ ഒരു കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. 100% റിസൾട്ട് മെയിനാണ് നമുക്ക് കിട്ടും. നിങ്ങൾ ട്രൈ നോക്കുക. ഞാൻ എൻ്റെ ഇതിൽ മാത്രം ചെയ്യുന്നതാണ്. എനിക്കിതിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ഇടാൻ കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. റിസൾട്ട് കിട്ടാത്ത സമയം ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ, ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അങ്ങനെ എനിക്ക് ഈ വെളുത്തുള്ളി, നാരങ്ങ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് നല്ലപോലെ റിസൾട്ട്, അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ ട്രൈ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിസൾട്ട് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ട്രൈ നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, എൻ്റെ വാക്കാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇതാണ് നാരങ്ങേൻ്റെ പകുതി. അത് നമ്മളെ കയ്യിലെടുക്കുക, നല്ലോണം സ്പ്രെഡ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇന്ന് നൈറ്റിൽ 7:30 ലൈവ് ഉണ്ടാവുന്നതാണ്. എല്ലാവരും ഒന്ന് മറക്കാതെ വരണേ. ഞാനുണ്ടാവും കൂടെ. അപ്പോൾ 7:30 എന്തായാലും ലൈവ് ഉണ്ടാവുന്നതാണ്, മറക്കല്ലേ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നല്ലോണം ഇതാ ചെയ്യണം. ഇത് നമ്മളെ കൈൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഓരോ ഇതാ നല്ലോണം അതൊന്നും ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഗൈസ്, അപ്പോൾ നമ്മളെ കൈയൊക്കെ എടുത്ത് നാരങ്ങയിലൊക്കെ മുക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി വേണ്ട ഒരു സംഭവമാണ് വാട്ടർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് അധികം തന്നെ എടുത്തു. നമ്മൾ കൈ മുക്കി വെക്കാനായിട്ട് ഞാൻ കാണിച്ചുതരാം, വെള്ളം കാണിച്ചുതരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഇനി നമ്മളെ കൈ കുറച്ച് 2 മിനിറ്റെങ്കിലും മുക്കി വെക്കണം. കാരണം നമ്മൾ നാരങ്ങയും വെളുത്തുള്ളിയൊക്കെ വെച്ചതല്ലേ. അപ്പോൾ നമ്മൾ 2 മിനിറ്റെങ്കിലും മുക്കിക്കണം. ഇപ്പോൾ ഗൈസ് 2 മിനിറ്റ് ലേറ്റർ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ മുക്കി വെച്ച കൈ എടുത്തിട്ടുണ്ട്. കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മളെ കൈ എടുത്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചുതരാം. മറിച്ച് അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചത്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരു സംഭവം. പിന്നെയും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെ ഗ്ലാസ് ആയി നിൽക്കുന്ന നെയിൽ കണ്ടിട്ടില്ലേ, നെയിൽ നല്ല ഗ്ലാസ് പോലെ ഇരിക്കും, അതേപോലെ എന്തെങ്കിലും ടിപ്സ് അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ സിമ്പിൾ അല്ലേടാ, അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവമാണ് കുറച്ച് വെളിച്ചെണ്ണ. അതാണ് കേട്ടോ വേണ്ടത്. വെളിച്ചെണ്ണ വേണം. അതൊന്ന് വെളിച്ചെണ്ണ കുറച്ച് മറിഞ്ഞു പോയതാണ്. സോ സിമ്പിൾ, അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന സംഭവമല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. ഇതാ വെളിച്ചെണ്ണ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നഖം എടുക്കുക, ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കുക. ഓക്കെ, നഖത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്നാക്കി വെക്കുക. അപ്പോൾ കേസ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും വാഷ് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്നതാണ്. എൻ്റെ കൈയൊക്കെ ഇതാ ഇപ്പം തന്നെ ഉണ്ട് ഗ്ലാസ് പോലെ കേട്ടോ. നേരത്തെ ഉള്ള കൈയല്ലല്ലോ എൻ്റെ ഇപ്പോഴത്തെ. നേരത്തെ കൈയിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഇവിടെ കൊടുത്തേക്കാം, സൈഡിൽ കൊടുത്തേക്കാം. ആ ഒരു നഖത്തിൻ്റെ ഇതല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, നിങ്ങളൊന്ന് നോക്ക്. ഇതാ ഇപ്പം തന്നെ ഗ്ലാസ് പോലെ എൻ്റെ കൈ ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളാടാ, സിമ്പിളൊക്കെ ചെയ്യാൻ, കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് എല്ലാ റിസൾട്ടും നമുക്ക് കിട്ടും. സോ സിമ്പിൾ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കളെ. നമ്മളെ ഇന്നത്തെ വീഡിയോസ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് മെയിനായിട്ട് സബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്യുകയോ, കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത്, 7:30 ലൈവ് ഉണ്ടാവുന്നതാണ്. എന്തായാലും വരണം, മറക്കരുത്. അപ്പോൾ ഗസ്റ്റ് ഗിവ് അവേൻ്റെ കാര്യമൊന്നും മറക്കാണ്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സബ് ചെയ്താലും കമൻറ്റ് ഇട്ടാലും ലൈക്ക് ചെയ്താലും മാത്രമേ നമുക്ക് നിങ്ങൾക്കൊരു ചാൻസ് ഉള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പോവാണ് ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.